Cock, Detective Ujjalan. Directors Indranil Gopi Krishnan and Rahul G. Writers അവർ രണ്ടുപേരും തന്നെയാണ്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സോഫിയ പോൾ. മ്യൂസിക് RZ ആൻഡ് സിബി മാത്യു അലക്സ്. ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് സിബി മാത്യു അലക്സ്. പക്ഷേ BMSൽ റമീസ് മുസ്തഫ എന്നാണ് കാണുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട എമ്പാനെ. സ്കോറിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്കൽ സെറ്റപ്പുള്ള പടത്തിനകത്ത് നല്ല പെട്ട സ്കോറിങ്, എസ്പെഷ്യലി പല സീൻസും കിട്ടുമായിട്ട് എലവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വില്ലനെ കാണിക്കുന്ന സമയത്ത് ഭയങ്കര സ്കെയറി ആയിട്ട്, അത് വിത്ത് ദാറ്റ് കോസ്റ്റ്യൂം വില്ലനെ കാണുന്ന സമയത്ത് നൈറ്റ് ഷോട്ടിലൊക്കെ കിട്ടുന്ന സ്കോർ. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴേക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ARRന്റെ സ്ലം ഡോഗ് മില്ലറിൻ്റെ മൗസം ആൻഡ് എസ്കേപ്പ് കാര്യം വന്നിട്ടുണ്ട്. DOPs രണ്ടാൾക്കാരുണ്ട്, പ്രേം അഖാട്ട് ആൻഡ് സരിയാന്തി ഹരിഹരൻ. നല്ല വർക്കാണ്, എസ്പെഷ്യലി ആ ഒരു ഗ്രാമീണത, ലോക്കൽ പരിപാടി, ആ ഒരു ഫീല് കംപ്ലീറ്റ്ലി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നൈറ്റ് ഷോട്ട്സൊക്കെ കിടുവായിരുന്നു. പല സീൻസും നൈറ്റ് ഷോട്ട്സ്, ആ ലൈറ്റിങ്ങും പരിപാടിയൊക്കെ നല്ല കിടുവായിരുന്നു. ചമൻ ചാക്കോ എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ തന്നെ പടത്തിന് വൃത്തിയാണ്. ആ ഒരു ലാഗ് ഫീൽ ചെയ്ത് ആ ഒരു പേസ് എപ്പോഴും ഒരു താളം ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റൊക്കെ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം എഡിറ്റിംഗ് പരിപാടി ഉണ്ടല്ലോ, പട്ട എഡിറ്റിങ്. പിന്നെ ഇതിൻ്റെ ലെൻസിങ്ങും പരിപാടിയൊക്കെ കിടുമായിരുന്നു പല സീൻസിലും. സൗണ്ടിങ്ങും എടുത്തു പറയണം, പല സീൻസിലും നല്ല രസമായിരുന്നു. അറ്റ്മോസിൽ ഒരു സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ മിക്സ് ചെയ്തിരിക്കുന്നത് അരവിന്ദ് മേനോൻ. സിനിമയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്രാമം, പഴയ കാലത്തെ ഒരു കണ്ടംപററി ഗ്രാമമല്ല, പഴയ കാലത്തെ ഒരു ഗ്രാമം, പ്ലാച്ചിക്കാവ്. അപ്പോൾ ഈ ഒരു ഗ്രാമവും അവിടെയുള്ള ആളുകളെയും ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. ഇത് അങ്ങനെ ഭീകരമായിട്ടുള്ള ട്വിസ്റ്റ്, ടേൺസ്, അതുപോലെ ലെയേഴ്സ്, അങ്ങനെ ബ്രെയിൻ സ്റ്റോമിങ്, അങ്ങനെ നമ്മളെ ഒരുപാട് അങ്ങനെയല്ല. ഇത് സിനിമയുടെ ഇതിൻ്റെ ഒരു ക്രൈം പരിപാടി, ഇൻവെസ്റ്റിഗേഷൻ പരിപാടി എന്ന് പറയുന്നത് വളരെ ഫ്ലാറ്റാണ്. അത് അവസാനം ട്വിസ്റ്റൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉദ്വേഗത അങ്ങനെയല്ല ഈ സിനിമ ആ ഒരു സെറ്റിങ്, ഗ്രാമം, പിന്നെ ഈ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ധ്യാനിൻ്റെ ഉജ്ജ്വലൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ധ്യാൻ അത് കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. സാധാരണ പോലെ ഉഴപ്പിയിട്ടില്ല, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് GR ഇന്ദുഗോപൻ്റെ ഡിറ്റക്റ്റീവ് പ്രഭാകരനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മുണ്ട കൊടുത്ത് വളരെ കാഷ്വലായിട്ട്, പക്ഷേ മടിയനാണ്, ജോലിക്കൊന്നും പോകില്ല. അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് കോട്ടയം നസീറാണ്, അദ്ദേഹം കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. അമ്മയായിട്ട് സീമാജി നായർ അവരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ മുന്നേ മറ്റേ ഏജന്റ് ശ്രീനിവാസ ആത്രേയ ഡയറക്ടർ റീമേക്ക് നോക്കിയതാണ്, അത് പിന്നെ നടന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പടത്തിൽ ഇങ്ങനെ ഒരു സെറ്റപ്പാണ്, ഇങ്ങനെ ഒരു സെറ്റിംഗ് ആണ്. ഷെർലോക്ക് ലൈബ്രറി, ഉജ്ജ്വല ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഉജ്ജ്വല ചരിത്രം എന്ന് പറഞ്ഞ പുസ്തകം വെച്ചേക്കുന്നു. പിന്നെ ഇദ്ദേഹം ഇങ്ങനെ പുസ്തകങ്ങൾ കുറേ വായിക്കും. പിന്നെ നാട്ടിൻ പുറത്തുള്ള കുറേ ആൾക്കാർ, നിർമ്മൽ പലാഴിയൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. അതായത് ആരും ഓവറാക്കിയിട്ടില്ല. ഈ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, മീൻകറിക്കാർ ഇപ്പോൾ ബാക്കിൽ നിന്നിട്ട് കയ്യിൽ നിന്നിടുക, ചളിയടിക്കുക, അനാവശ്യ സംസാരം. അത് തുടക്കത്തിലുള്ള സർക്കാസ്റ്റിക് ആയിട്ട്. പിന്നെ റോണി ഡേവിഡ് രാജുണ്ട്, ഒരു മണ്ടൻ SI ആയിട്ട്, അദ്ദേഹം കുറച്ച് പോലീസുകാരും, ഒരു സർക്കാസ്റ്റിക് പോലീസ് സ്റ്റേഷൻ, അങ്ങനെ സെറ്റപ്പാണ്. അതായത് ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഇങ്ങനെയൊക്കെയാണോ കേസ് അന്വേഷിക്കുക, ഫോറൻസിക് എവിടെ, ഒരു മർഡർ നടന്ന എങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും വലിയ ലോജിക്കില്ല. ഇതങ്ങനെ നമ്മളൊരു നോവൽ വായിക്കൂലേ, ആ ഒരു സെറ്റപ്പാണ്. അതായത് കുറേ കഥാപാത്രങ്ങൾ, നാട്ടിൻപുറം, ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്, അങ്ങനെ പോകുന്ന ഒരു സിനിമ. പിന്നെ അതിൽ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോഴും സീരിയസ് ആയിട്ട് മർഡർ നടക്കുന്നു. പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പരിപാടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഭീകരമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒന്നുമില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ സിനിമ ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല സീരിയസ് ആവുന്നുണ്ട്. സീരിയസ് ആയിട്ട് തന്നെ കേസ് അന്വേഷണം പോകുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ ധ്യാനിൻ്റെ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഒരു ചെറിയൊരു ബ്രില്യൻസ് കാണിക്കുന്ന ചെറിയ സീനൊക്കെ, അത് നമ്മുടെ സെയ്ദുറബയ്യർ CBI മറ്റേ ചക്ക വിളഞ്ഞി ഈർക്കില്ലാക്കിയിട്ട് ബെണ്ടാരത്ത് കുത്തുന്നൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് പരിപാടിയൊക്കെ. പിന്നെ നിഹാൽ നിസാം ചെയ്തൊരു കഥാപാത്രം, അന്തിക്കുരുടൻ, ഒരു കള്ളൻ, ഒരു പക്ക ലോക്കൽ കള്ളൻ, പുള്ളി കിടുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലമീൻ ഇദ്ദേഹത്തിൻ്റെ ധ്യാനിൻ്റെ ഒരു എർത്തായിട്ട് പുള്ളി അവരുടെ കോമഡിയും ടൈമിങ്ങും പരിപാടിയൊക്കെ കറക്റ്റ് മീറ്ററിൽ ഉടനീളം ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ വില്ലൻ്റെ ആ ഒരു കോസ്റ്റ്യൂമും ആ സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും, കാരണം ഇതൊരു അർബൻ സെറ്റപ്പിലാണെങ്കിൽ ആ ഫീൽ കിട്ടൂല. ഇത് പക്ക റൂറൽ സെറ്റപ്പിലാണ്. കണ്ടം, മനസ്സിലായില്ലേ, ഉത്സവം, അതിൻ്റെ ബാക്ക് സൈഡ് ചില കുളം, ചെറിയ കാട്, ഇങ്ങനെയൊക്കെയാണ് ഈ സമയത്ത് കുറ്റിക്കാട്. അപ്പോൾ അവിടെ പെട്ടെന്ന് ഭയങ്കര സ്കെയറി ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ആ കോസ്റ്റ്യൂമും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇത് കൊണ്ടിട്ട് പേടിച്ചോ താളിച്ച് പ്രസിഡന്റ് സിനിമ എന്നൊന്നല്ല പറയുന്നത്. ആ ഒരു ജോൺറയോട് നീതി പുലർത്തിക്കൊണ്ട് വളരെ നീറ്റായിട്ട്, ഒട്ടും ഓവറാക്കാതെ, വളരെ കൺട്രോൾഡായിട്ട് ആക്ടേഴ്സിനെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടുള്ള, ടെക്നീഷ്യൻസിനെയൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള, വളരെ മോശമല്ലാത്ത റൈറ്റിംഗ് ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക്
ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഫീൽ ചെയ്തിട്ടുള്ളത്. സിജു വിൽസൺ കുറച്ച് കാലത്തിന് ശേഷം കിട്ടിയിട്ടുള്ള നല്ല റോളാണ്. അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പോലീസ് ഓഫീസറായിട്ട്. ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫൈറ്റൊക്കെ കിടുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ചതാണ് ഡയറക്ടേഴ്സ് ബ്രില്യൻസ് എന്ന് പറയുന്നത്. ധ്യാന് വയറും വെച്ച് ഇടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പടം മൊത്തം കോമഡി ആയി പോനെ. ധ്യാനിനെ അവിടെ ഇരുത്തിച്ചിട്ട് ഇദ്ദേഹത്തെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ചതാണ്. ദാറ്റ് ഇസ് ഗുഡ്. അതാണ് ശരിയായ ഡിസിഷൻ എന്ന് പറയുന്നത്. പല പടങ്ങളില്ലാത്ത അതുകൊണ്ടാണ് പല ധ്യാൻ്റെ പടങ്ങളും ധ്യാൻ എന്തൊക്കെയോ കാണിക്കുന്നു, ഡയറക്ടേഴ്സ് എന്തൊക്കെയോ കാണിക്കുന്നു. ഇതതുപോലെയില്ല. ഒരു വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫിലിം വളരെ കാലത്തിന് ശേഷം ധ്യാനിൻ്റെ ഭാഗത്ത് വന്നു. സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് കോക്കാച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വന്നു. പിന്നെ ബുഗിമാൻ എന്നും പറയുന്നുണ്ട്. ബുഗിമാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത് ജോൺ വിക്ക്. Well, John wasn't exactly the boogeyman. He was the one you sent to kill the fucking boogeyman.